ഈ റൂം നമുക്ക് കിട്ടിയത് 0 കോസ്റ്റിനാണെന്ന് പറഞ്ഞില്ലേ? ഫസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മളെ ഡ്രസ്സ് കണ്ടോ, നൈലോണൊക്കെ ഇട്ട്. വീണ്ടും നിങ്ങളോ? കേരളം പോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. തെങ്ങും ഡ്രസ്സ് ഭയങ്കര പാടി തന്നെയാണ്. ഇതുവരെ ഹോട്ടലൊന്നും കണ്ടില്ലേ. ഇപ്പോൾ അച്ഛൻ പോയി, അച്ഛൻ ഇവിടെ പോയി. നല്ല വ്യൂ ആണ്. വെൽക്കം. നമ്മളിവിടെ നിൽക്കുന്ന ഹോട്ടൽ വന്നിട്ട് ഹയാത്ത് പ്ലേസ് കണ്ടോളിം ഹോട്ടലാണ്. അപ്പം ഈ ഹോട്ടലിലല്ല ഞങ്ങൾ ഡയറക്റ്റായിട്ട് വന്നത്. ഇതിനു മുൻപ് കുറച്ച് പ്ലേസിലും പോയിട്ട് വേറൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഹോട്ടലാണ്. ബട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് 0 കോസ്റ്റിനാണ്. അത് എന്താണെന്നൊക്കെ ഫസ്റ്റുള്ള ആ ഒരു പോർഷൻ നിങ്ങൾ കണ്ടിട്ട് വന്നാൽ മതി, എന്നിട്ട് പറയാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കാറ് റെൻ്റെടുത്ത് ഫസ്റ്റ് ഹോട്ടലിലേക്ക് വന്നു. സമയം 5:30. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ചെയ്തു റെൻ്റ് കാർ. അവരവിടെ കൊണ്ടുവന്നു. അവിടുത്തെ ഹോട്ടലിൻ്റെ ചെക്ക് ഇൻ ടൈം വന്നിട്ട് 2 മണിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഫ്രഷ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ടൽ എടുത്തത്. കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് അടുത്ത് റെഡിയാവാം. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. തായ്ലൻഡിലെ അതേ പരിപാടി. അവന് വേണ്ടിയിട്ട് പഴം പുഴുങ്ങി ഒന്നെടുത്ത് അരി തിളക്കണേൻ്റെ ആവിയിൽ. എപ്പിടിയുണ്ട് ഐഡിയ? നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഗോവയിലാണ്. ഹോട്ടലുള്ളത് നോർത്ത് ഗോവയിൽ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലം കവർ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ചെക്ക് ഇൻ ടൈം കുറച്ചുകൂടെ സമയമുണ്ട്. അങ്ങനെ പോണ വഴിക്ക് കുറച്ച് സ്ഥലം കൂടെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടോട്ട് എത്തുന്നത്. അപ്പോൾ ഇനി പോകുമ്പോൾ നോക്കാം ഏതൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന്. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് വന്നു. ഏതൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ. ഇതെടുത്ത് പോയി. മഡ്ഗാവു എന്ന് പറയുന്ന പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഇതും മഡ്ഗാവു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് അടുത്തായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ ഹോട്ടൽ. വെൽക്കം ടു മൈ ചാനൽ. വെൽക്കം കം എന്ന് പറ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കിയപ്പോൾ ഹോട്ടൽസ് ഒന്നും ഇല്ല. കുറേ ദൂരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ വലിയ ഹോട്ടൽസായിട്ട് വലുതും ചെറുതും അങ്ങനെയൊന്നും കാണാനില്ല. പഴയ കെട്ടിടങ്ങളാണ് കൂടുതലുള്ളത്. കുറച്ച് കാണാൻ കുറച്ച് പഴക്കമുള്ള പക്ഷെ 3-4 നില കെട്ടിടങ്ങൾ അങ്ങനത്തെ. പിന്നെ ഹോസ്പിറ്റൽസും അതൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളും ആണ്. റെന്റിനെടുത്ത വണ്ടി ബെലിനോയുടെ ഓൾഡ് ടൈപ്പ് ആണെന്ന് തോന്നുന്നു.
ജസ്റ്റ് ചുമ്മാ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതല്ലേ ഏട്ടാ ഇത്? അങ്ങനെ കോൾ ചെയ്തത് തന്നെയല്ലോ. കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് പേ ചെയ്തിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ അവർ കൊണ്ട് തന്നു. രാവിലെ 4:30 ആയപ്പോൾ പിക്കപ്പ് പോസിറ്റായിട്ട് എമൗണ്ട് ഉണ്ട്. 3,000 ഉണ്ട്. അത് തിരിച്ച് കിട്ടും. ടോട്ടൽ അല്ലാതെ 5,000 എത്രയായല്ലേ ഡെപ്പോസിറ്റ് അല്ലാതെ? 5,800. 4 ദിവസം പെട്രോള് നമ്മൾ അടയ്ക്കണം. ഒരു ദിവസം 1,200 ആണ്. ഭയങ്കര ഫെസിലിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് ഓക്കെ. ഹോട്ടൽസ് ഭയങ്കര പാടി തന്നെയാണ്. ഇതുവരെ ഹോട്ടലൊന്നും കണ്ടില്ല. ഇപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയിക്കാണ്. മണി 11 മണിയായി. നമ്മൾ താമസിച്ച അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പോണ വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായി മന്ദബുദ്ധിത്തനമായിപ്പോൾ. ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞല്ലേ ചുമ്മാ കുറേ സ്പേസും അങ്ങനെ ഹോട്ടൽസ് ആയിട്ടൊന്നും കാണില്ല. വാഴയുടെ ഇതും കുറച്ച് ഏരിയയൊക്കെ കണ്ടാൽ അവിടെ ഉള്ളത് പോലെ തന്നെയാണ്. മാവും എല്ലാം ഉണ്ട്. നിൽക്കുന്ന മരങ്ങളെല്ലാം നമ്മൾ അവിടെയൊക്കെ ഉള്ളതല്ലേ. വയലും ഒക്കെ ആയിട്ട്. അടുത്ത ഹോട്ടലാണ്. നേരത്തെ ഒരു ഹോട്ടൽ കണ്ട് അവിടെ പോയി ചോദിച്ചപ്പോൾ സിലിണ്ടർ പ്രോബ്ലം ആണെന്ന്. ഒന്നും ഓപ്പൺ അല്ല, സിലിണ്ടർ കിട്ടാത്തോട്ട് ഓപ്പൺ അല്ല എന്നൊക്കെ ആണെങ്കിൽ വലിയ കഷ്ടമായിരിക്കും. യുവിക്ക് അമ്മ പഴം പുഴുങ്ങി തന്നിട്ടുണ്ടല്ലേ യുവി? ഇവിടെ പൂരി ബജി ഉണ്ടായിരുന്നു, ആലു പൊറോട്ട, അതൊക്കെ. പിന്നെ സാൻഡ്വിച്ച്. കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കിട്ടിയല്ലോ. കൊള്ളാം. നീ കാണിക്കണ കൊള്ളൂലെന്ന് വിചാരിക്കും കാണുന്നവർ. ഇത് കടിക്കോ? ഗോവയിലുള്ള പട്ടിയുടെ കടി കൊള്ളേണ്ടി വരും ഇപ്പോൾ. നോക്കി എന്താണ് പോകുന്ന റൂട്ടാണ്. ഫൗണ്ടനാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഇതൊരു സ്കൂളാണ്, പീപ്പിൾസ് പ്രൈമറി ഹൈസ്കൂൾ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കളറിങ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ഫൗണ്ടനാസ്. ഫൗണ്ടനാസ് എന്നൊരു പേര് കേൾക്കുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? ഞാൻ അതുകൊണ്ട് ഗൂഗിളായിട്ട് സെർച്ച് ചെയ്തു. അപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫൗണ്ടനാസിലെ കെട്ടിടങ്ങൾ പോർച്ചുഗീസുകാർ നേരിട്ട് നിർമ്മിച്ചതാണ്. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പോർച്ചുഗീസ് ഭരണകാലത്ത് ഈ പ്രദേശം വികസിപ്പിച്ചു. വീടുകളുടെ ജനാലകളിൽ ഗ്ലാസിന് പകരം കടൽ ചിപ്പികൾ ഉപയോഗിച്ചാണ് അവർ നിർമ്മിച്ചത്. അതെന്തിനാണെന്ന് വെച്ചാൽ വെളിച്ചം കടത്തിവിടാനും എന്നാൽ പുറത്തു നിന്ന് ഉള്ളിലേക്ക് കാണാതിരിക്കാനും. ഇപ്പോൾ ഉള്ള ടെക്നിക്ക് പണ്ടത്തെ ടെക്നിക്ക് എങ്ങനെയുണ്ട്? പോർച്ചുഗീസ് ഭരണകാലത്ത് എല്ലാ വർഷവും മഴയ്ക്ക് ശേഷം വീടുകൾക്ക് നിർബന്ധമായും പെയിൻ്റ് അടിക്കണമായിരുന്നു. വെള്ള നിറം പള്ളികൾക്ക് മാത്രം മാറ്റിവെച്ചതുകൊണ്ട് സാധാരണക്കാർ വീടുകൾക്ക് മഞ്ഞ, നീല, ചുവപ്പ് തുടങ്ങിയ കടും നിറങ്ങൾ നൽകി. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഫൗണ്ടനാസിൻ്റെ ഈ വർണ്ണാഭമായത് സൃഷ്ടിക്കപ്പെട്ടതെന്നും? ഇവിടുത്തെ തെരുവുകൾക്ക് 31 ജനുവരി റോഡ്, 18th ജൂൺ റോഡ്, ഇത് ഡേറ്റ് അല്ല എന്നിങ്ങനെ ചരിത്രപരമായ തീയതികളുമായി ബന്ധപ്പെട്ട പേരുകളുണ്ട്. പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയതും മറ്റുമായ പ്രധാന ദിനങ്ങളാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ റോഡുകളുടെ പേരുകളാണ് ഇങ്ങനത്തെ ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്.
ഗോവയുടെ ഹൃദയഭാഗത്ത് പോർച്ചുഗീസ് കാലഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് ഈ ഫൗണ്ടനാസ്. മണ്ടോവി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്നും അതിൻ്റെ തനിമ നിലനിൽക്കുന്നു. ആക്ച്വലി നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആ ടൈം കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ സ്ഥലത്തെല്ലാം നമ്മൾ അത്യാവശ്യം ഒരു 10 മണിക്ക് മുൻപേ അല്ലെങ്കിൽ ഈവനിങ് ടൈം പോയാൽ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് ആസ്വദിക്കാനായിട്ട് പറ്റും. അല്ലാതെയാണെങ്കിൽ ഇതാ ഈ കാണുന്നത് പോലെ ആയിരിക്കും. ഭയങ്കര പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഈ വെയിലത്ത് കാണാനായിട്ടും ഭംഗിയൊന്നും തോന്നില്ല നമുക്ക്. ഇവിടെ ഉച്ച സമയത്ത് ഈ ഫൗണ്ടനാസൊക്കെ വന്നിട്ട് ഒരു കാര്യമില്ല. ഭയങ്കര വെയിലാണ്. നമ്മളവിടെ കേരളത്തുള്ളതിനേക്കാളും വെയിലും ചൂടും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ല കളറായിട്ടൊക്കെ ഉള്ള ബിൽഡിങ്സും നല്ല സ്ട്രക്ചറിലുള്ളതൊക്കെ അങ്ങോട്ടും ഉണ്ടായിരിക്കാം. നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല. കാരണം ഇവിടെ നിൽക്കാൻ പറ്റണില്ല. പ്രത്യേകിച്ചും ഭയങ്കരമായിട്ടൊരു സ്പോട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ മസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മൾ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറയുന്ന ഒരു ചർച്ച്, അത് ഫേമസ് ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ വഴിയെ പോവുകയാണ്. അടുത്ത് ലൊക്കേഷൻ കിട്ടിക്കുന്ന അവിടെയാണ്. കണ്ടോ, അതാ ഇതുപോലെ ബിൽഡിങ്സ് ആയിരിക്കും, നല്ല കളറായിട്ട്. എല്ലാ ബിൽഡിങ്സും അവരുണ്ടാക്കിയതായിരിക്കും, അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഒരു സെറ്റ് ഓഫ് ചിലപ്പോൾ ഒരു ലൊക്കേഷനിലുള്ളതായിരിക്കും. ഭംഗിയുള്ള റിവർ, ഷിപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കപ്പലും. ഇത് നമ്മൾ അവിടെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് കണ്ടതായിരിക്കും, അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും ഇങ്ങോട്ട്. ഒരു വെറൈറ്റി ബസ്, നമ്മുടെ ഫയർഫോഴ്സിൻ്റെ അവിടെയൊക്കെ വരുന്ന ബസ് പോലെയാണ് ഇവിടുത്തെ ബസ്. ഇത് മിനി ബസ്സാണോ? കണ്ട ആ റിവറാണ് ഇതുവരെ തീർന്നില്ല. മണ്ടോവർ റിവർ എന്നാണ് ഗൂഗിളിൽ പറഞ്ഞത്. അതായിരിക്കും ഗോവയിലുള്ള റിവർ. മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ കേരളത്തിലെ പോലത്തെ ഒരു ലുക്കൊക്കെ ഉണ്ട്. പ്ലാവ് ഞാൻ കണ്ടില്ല, പക്ഷെ തെങ്ങ്, വാഴ അങ്ങനത്തെ മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ക്ഷേത്രങ്ങൾ മെയിനായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫുള്ള് ചർച്ചാണ് ഗോവയിലുള്ളത്. ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കാണിക്കുന്നതെല്ലാം ചർച്ച. പക്ഷേ ഇവിടെ ഇപ്പോൾ തന്നെ ഒരു 3 ക്ഷേത്രത്തിൻ്റെ ആർച്ച് കണ്ടു. അപ്പോൾ ഹിന്ദു ടെമ്പിൾസും ഇവിടെ കൂടെ ധാരാളം ഉണ്ട്. പക്ഷെ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല. ഇത് ആ ചർച്ചിലോട്ട് പോകുന്ന വഴിയാണ്, ബസിലിക്ക ഓഫ് ബോം ജീസസ്. ആ റൂട്ട് നമുക്ക് നോർത്ത് ഗോവയിലോട്ട് പോകണം. അപ്പോൾ ആ റൂട്ടാണിത്. അതാ കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കടകൾ വന്നിട്ടുണ്ട്. एक ले लो सर, फैमिली के नाम से। नहीं ഇവിടെ വരുമ്പോൾ സൺസ്ക്രീന്, തൊപ്പി അതെന്തായാലും മസ്റ്റാണ് കേട്ടോ. ഗോവയിൽ വരുമ്പോൾ സൺസ്ക്രീനിൻ്റെ ബാഗിലുണ്ട്, സേഫായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല മരം. ഗോവയിലെ പഴയ നഗര കാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ്.
400 വർഷത്തിലധികം പഴക്കമുള്ള ഈ പള്ളി ബറോക്ക് വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണമാണ്. 1594 പണി ആരംഭിച്ച് 1605 പൂർത്തിയായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണിത്. ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഭൗതിക ശരീരം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. 450-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരം കാര്യമായ മാറ്റങ്ങൾ കൂടാതെ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ അത്ഭുതമാണ്. ഓരോ 10 വർഷം കൂടുമ്പോഴും ഇത് പൊതുദർശനത്തിനായി വെക്കാറുണ്ട്. ഗോവയിലെ മറ്റു പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി ഇതിൻ്റെ പുറംഭാഗം പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ചുവന്ന വെട്ടുകല്ല് നേരിട്ട് കാണാൻ സാധിക്കും. ഉള്ളിലെ പ്രധാന ആൾത്താര സ്വർണ്ണ നിറത്തിൽ വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അകത്തോട്ട് കയറണോ? പക്ഷെ അകത്ത് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. വേറൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. അതാണ് എൻട്രി ഏരിയ. അച്ഛനമ്മയും പോണു കേട്ടാ. ഇവിടെ വന്ന് ഇത് കളിക്കണം. ഇങ്ങനെ ഇരിക്കും. പിള്ളേരെയും കൊണ്ടുവന്നാ നമുക്ക് പോവാം. ഇവ അമ്മയും അച്ഛനും പോണേ. ടാറ്റാ. ഓപ്പോസിറ്റിലായിട്ട് വേറെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലോട്ട് പോകാൻ വഴിയുണ്ടോ എന്ന് നോക്കാം. ബസിലിക്ക ഓഫ് ബോം ജീസസിന്റെ തൊട്ടടുത്തായി വെള്ള നിറത്തിൽ പ്രൗഢിയോടെ നിൽക്കുന്ന മറ്റൊരു മഹാവിസ്മയമാണ് സേ കത്തീഡ്രൽ. ഇതിൻ്റെ വലിപ്പമാണ് സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത്. 250 അടി നീളവും 181 അടി വീതിയുമുള്ള ഈ പള്ളി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കത്തീഡ്രലിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1562 നിർമ്മാണം ആരംഭിച്ച് 1619 ആണ് ഇത് പൂർത്തിയായത്. ഈ പള്ളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഭീമാകാരമായ മണിയാണ്. ഇതിനെ ഗോൾഡൻ ബെൽ എന്ന് വിളിക്കുന്നു. ഗോവയിലെ തന്നെ ഏറ്റവും വലിയ മണിയാണിത്. ഇതിലെ ശബ്ദം കിലോമീറ്ററുകൾ അകലെ വരെ കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. വെളുത്ത നിറത്തിൽ പ്രൗഢിയോടെ നിൽക്കുന്ന ഈ പള്ളി പോർച്ചുഗീസ് ഗോഥിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പള്ളിക്ക് 2 ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 1676 അതിലൊന്ന് ഇടിമിന്നലിൽ തകർന്നു പോയി. ഇടിമിന്നലിൽ ഒരു ഗോപുരം തകർന്നു പോയെങ്കിലും ഇന്നും ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഈ പള്ളി പഴയ ഗോവയിലെ കാഴ്ചകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. അതുകൊണ്ട് അച്ഛൻ പോയി. അച്ഛൻ എവിടെ പോയി? ഇവിടെ ഇതിനകത്ത് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഉണ്ട്. ഗോവയുടേതായിട്ട് മുൻപുള്ളതും ഒക്കെ ആയിട്ടും പിന്നെ കപ്പൽ അതിൻ്റെ ഇതും ചെറിയ ഇതായിട്ട് അകത്ത് വീഡിയോ അലോഡല്ല എടുക്കില്ല. എൻ്റെ അമ്മ ഇവിടുത്തെ വെയിലും ചൂടും 2 സ്ഥലത്തും പൈപ്പ് ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുള്ളതുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റും. ഞങ്ങളടുത്ത് തിരിച്ച് വണ്ടിയുടെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും കഴിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയാൽ മതി. ഇനി വേറെ ഒരു സ്റ്റോപ്പും ഇല്ല, മതിയായി. നമ്മളവിടെ ചർച്ച ചെയ്യുന്ന ഇവിടെ തൊട്ടടുത്ത് ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറി ഫുഡ് കഴിച്ചു. നേരെ ഹോട്ടലിലോട്ടാണ് പോവുക. അപ്പോൾ എൻ്റെ മുഖത്ത് ചുമന്നിരിക്കണുണ്ട്. ബ്ലഷ് ഇട്ടതൊന്നുമല്ല, വെയിലടിച്ച് ചുമന്നിരിക്കണതാണ്. അടുത്ത് ടാൻ ആവാനുള്ളത്. ആ രീതിയിലാണ് ഇവിടുത്തെ ചൂടും വെയിലും. പക്ഷെ നേരത്തെ നമ്മൾ കണ്ടത് കുറച്ചൊരു വ്യത്യാസമുണ്ട്. 2 സൈഡുമായിട്ട് നമ്മൾ അതിനകത്തോട്ട് പോകുമ്പോൾ ഇതൊരു ഷേപ്പ് പോലെയാണ്.
ഫ്രണ്ട് ക്യാമറ. ഗോവയുടെ വേറൊരു വശം. അതാണ് യുവി. ഒരു നാടൻ ഏരിയ പോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര ഡെവലപ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബിൽഡിങ്സ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ നമുക്ക് അയൺ ചെയ്യാനുള്ള സംഭവം വരെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ലഗേജൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാനായിട്ട് സൗകര്യമുണ്ട്. ഇവിടെയാണ് വാഷ്റൂം. നല്ല അടിപൊളി ഡ്രയറൊക്കെ ഉണ്ട്. ഡ്രയർ വെച്ചിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് ഇതുവരെ കയറിയില്ല. സെപ്പറേറ്റ് ആയിട്ട് ബാത്തിങ് ഇതും. യുവി ചപ്പൽ അത് യുവിക്കുള്ളതല്ല കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ റൂം നമുക്ക് കിട്ടിയത് 0 കോസ്റ്റിനാണെന്ന് പറഞ്ഞില്ലേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു കോൾ വന്ന് ഹോളിഡേയ്സ് പാക്കേജൊക്കെ തരുന്നവരുണ്ടല്ലോ, അങ്ങനെ ഒരു കോൾ വന്നിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അപ്പോൾ ഒരു ഫ്രീ വൗച്ചർ കിട്ടി. ആ ഫ്രീ വൗച്ചറിൽ കുറച്ച് പ്ലേസസ് ഉണ്ടായിരുന്നു. ആ പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്തതാണ് ഗോവ. തന്ന പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത ഹോട്ടലാണിത്. സോ അങ്ങനെയാണ് ഇവിടെ വന്നത്. സോ വൗച്ചർ യൂസ് ചെയ്താണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വൗച്ചർ യൂസ് ചെയ്താണ് ഞങ്ങൾ ഈ ഹോട്ടലിലോട്ട് വന്നത്. ഇപ്പോൾ പെർ ഡേ 8,000 റേഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പുറത്ത് ഓപ്പൺ പിന്നെ പുറത്ത് ഡ്രിങ്കിങ് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോളിഡേയ്സ് ഇതുപോലെ നമുക്കിപ്പോൾ വൗച്ചർ കിട്ടിയില്ലേ, ഇതുപോലെ പാക്കേജസ് തരാമെന്ന് പറഞ്ഞൊക്കെ കോൾ ചെയ്ത് വൗച്ചറൊക്കെ കിട്ടുമ്പോൾ അത് ട്രസ്റ്റബിൾ ആണോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ട്. സോ ഒരു വിശ്വാസത്തിൽ വന്നതാണ്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ തോന്നും, കാരണം ഇങ്ങനെയൊക്കെ വിളിച്ച് അവരെ വിശ്വസിച്ച് ഇത്രയും ദൂരമൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. ഇത് ജസ്റ്റ് ഒരു കോൾ ചെയ്ത് ഹോട്ടലിലൊക്കെ നമ്മൾ ചോദിച്ചു ഇത് കറക്റ്റായിട്ട് ബുക്കായിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ബുക്കായിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ 2 ഡേയ്സ് ആണ്, 2 നൈറ്റാണ് നമ്മളിവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത് നോർത്ത് ഗോവയാണ്. ഇനി അടുത്ത് ഇവിടെ നിന്ന് നേരെ സൗത്ത് ഗോവയിൽ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ദിവസം നാളെയും കൂടെ ചുറ്റി കണ്ടിട്ട് സൗത്ത് ഗോവയിലോട്ട് പോകും. Let's go to Kandolam beach. മണ്ണ് വരണ ഇതൊക്കെ ഉണ്ട്. ആവശ്യമുണ്ടോ? നമ്മളെ ഡ്രസ്സ് കണ്ടോ, നൈലോണൊക്കെ ഇട്ട്. അതാണ് കടലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതല്ല.
बच्चे चलो ऊपर। Yes. ഓടിക്കോ ദിവി, ഓടിക്കോ 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 ഓടിക്കോ. പിന്നെ അവ ഇപ്പൊ ഓടും ഒരു നനഞ്ഞ് നനഞ്ഞ് കുളിച്ചു ചേർക്ക്. ഇവിടെ കയറണം, ഇവിടെ കയറണം. ഇതാണ് ഇഷ്ടമില്ലാത്തത്. ബീച്ചിൽ നിന്ന് വന്നപ്പോൾ ടൈമായി, പൂള് ക്ലോസ് ചെയ്തു. എന്നാലും ഒരു 5 മിനിറ്റ്സ് കിട്ടിയതുകൊണ്ട് നമ്മൾ പതുക്കെ പൂളിലോട്ട് ഇറങ്ങി. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട്, ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇതാണ് കാണുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, ആണ് ഇത് കണ്ടത്. അടുത്ത് പഞ്ചാബി ഹോട്ടലൊക്കെ ഉണ്ട്.